ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട സഹോദരിമാരോടൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാ. നാളെ പടച്ചറപ്പിന് മുമ്പിൽ ഹിസാബ് നേരിടേണ്ടി വരുന്ന അള്ളാന്റെ അടുക്കൽ ഏറ്റവും ഒരു വിചാരണ നേരിടേണ്ടി വരുന്നത് നിങ്ങൾ ഒരേ ഒരു കാരണത്താലാ. ആ കാരണമേറെന്നറിയോ? അത് നിങ്ങൾ തലമറക്കാത്ത കാരണത്താൽ മാത്രമല്ല, അന്യപുരുഷനോട് സംസാരിച്ച കാരണത്താലല്ല. എന്റെ പ്രിയപ്പെട്ട ഈങ്ങാപ്പുഴയിലെ പെങ്ങളെ, അങ്ങനെ വരെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന, ഏത് സമയത്ത് വന്നാലും താല്പര്യത്തോടെ കേൾക്കുന്നവരോട് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹത്തെ നിങ്ങൾ പാഴാക്കിയതാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വിലമതിക്കാൻ കഴിയാത്ത രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. അനുഗ്രഹത്തിന് വില നിശ്ചയിക്കാൻ കഴിയില്ല, അനുഗ്രഹത്തിന് വില നിശ്ചയിക്കാൻ കഴിയാത്ത അമൂല്യമായ അനുഗ്രഹമേറെന്നറിയോ? അസ്സിഹത്തു വൽ ഫറാഗ്. ഒന്ന്, നിങ്ങൾ കൊഴിവ് കിട്ടുന്ന സമയമാ. ഓരോ സഹോദരന്മാരോട്, പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് അല്ലാഹു നാളെ ഹിസാബിന് വേണ്ടി നിലനിർത്തുമ്പോ, പടച്ചറപ്പിന് മുമ്പിൽ വിചാരണ ചെയ്യുമ്പോ, ആ സമയത്തെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഹിസാബ് പറയേണ്ടത് പെണ്ണുങ്ങളെ നിങ്ങൾ കൊഴിവ് കിട്ടിയ സമയത്തെ കുറിച്ചാ. രാവിലെ ഭർത്താവ് വീട്ടിൽ നിന്ന് ജോലിക്ക് പോയാൽ 8 മണിക്കും 9 മണിക്കും മക്കളെ ഒരുക്കിയിട്ട് അവരെ സ്കൂളിലേക്കും പറഞ്ഞു വിട്ടാൽ പിന്നെ ഏതാണ്ട് 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ജോലി, ഇന്നലത്തെ തുണി അലക്കാനും ഉച്ചക്കത്തെ ഭക്ഷണം ഒരുക്കാനും ഏതാണ്ട് 10-11 മണിയോടെ ജോലി കൃത്യമായി ചെയ്താൽ ഒരു വീട്ടിൽ ഒതുങ്ങാവുന്ന ജോലിയല്ലേയുള്ളൂ. അതിന്റെ ഇടയിൽ FM കേൾക്കാതിരിക്കുകയും അതിന്റെ ഇടയിൽ പല ട്യൂണുകൾ മാറ്റാതിരിക്കുകയും വാട്സപ്പ് ഓണാക്കാതിരിക്കുകയും ചെയ്താൽ ഏതാണ്ട് 3 മണിക്കൂർ കൊണ്ട് തീരുന്ന വീട്ടുജോലിയാവുള്ളത്. 11 മണിയായി കഴിഞ്ഞാൽ പിന്നെ നീ പൂർണ്ണമായിട്ട് ഫ്രീ ആവുകയാ. വൈകുന്നേരം മക്കൾ വരുന്നത് വരെ ഒഴിവ് കിട്ടുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തെ കുറിച്ച് നാളെ പടച്ചറപ്പ് നിന്നോട് വിചാരണ ചെയ്യും. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, വാക്കബി എവിടെയൊക്കെ വഹ്ദ് പറയുമ്പോഴും ഹാഫിളീങ്ങളെ കുറിച്ച് വഹ്ദ് പറയുമ്പോ കയ്യിൽ കിടക്കുന്ന തരിവളകളും നീ കയ്യിൽ കിടക്കുന്ന മോതിരങ്ങളും ഒരു എന്റെ മക്കളെ ഹാഫിളീങ്ങളാവണം എന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യിപ്പിക്കുന്ന, മക്കളെ ഹാഫിളാകണമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണേ, നിനക്ക് ഹാഫിളാകണമെന്ന് എന്താ ആഗ്രഹം വരാത്തത്? എന്തേ നിനക്കൊന്ന് ഹാഫിളായി കൂടെ? അത് ഉസ്താദേ, എനിക്ക് 30 കഴിഞ്ഞ് 40 കഴിഞ്ഞ് മക്കൾ 3ആയി, കൂടെ ചക്കയുടെ കുരുതറിക്കണത് മാതിരി 3, 4, 5 മക്കളായി, എനിക്കിനി ഇതിനെ കഴിയില്ലാന്ന് പറയല്ല പെങ്ങള്. ഞാനൊരു അനുഭവം പറയാ. 4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സേവനം ചെയ്തിരിക്കുന്ന തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദില് എല്ലാ റമളാനിലും ഞാൻ സ്ത്രീകൾക്കൊരു ക്ലാസ് എടുക്കാറുണ്ട്. ധാരാളം അവിടുത്തെ സഹോദരിമാര് വന്നിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അന്ന് ഞാൻ അവർക്ക് ക്ലാസ് എടുത്തിട്ട് അവരുടെ ഹിഫ്ളുൽ ഖുർആനിന് വേണ്ടി പൈസ പിരിക്കുമ്പോ സ്വർണ്ണ വളകളും താലിയും മാലയും എന്റെ വയ്യിലൂരി തന്നവരോട് എല്ലാ സദസ്സിലും മറക്കാതെ ദുആ ചെയ്യുമെന്ന് ഞാൻ അവരോട് വാഗ്ദാനം ചെയ്തതാ. അല്ലാഹു സാക്ഷി, ആ വാഗ്ദാനം ഞാൻ ഇപ്പോഴും നിറവേറ്റുകയാണ്. അവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അന്ന് ഞാനൊരു ഹിഫ്ളുൽ ഖുർആന്റെ ഉദ്ഘാടനത്തിന്റെ വേദിയിൽ ഹാഫിളീങ്ങളുടെ മഹത്വത്തെ കുറിച്ച് പ്രസംഗിച്ചപ്പോ 55-60 വയസ്സുള്ള ഒരു ഉമ്മയും അവരുടെ 30-35 വയസ്സ് പ്രായമുള്ള ഒരു മകളും കൂടി, അവര് 2 പേര് സൗദി അറേബ്യയിലാണ്. അവര് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞങ്ങൾക്കും ഹാഫിളാവണം, ഈ വയസ്സിന് ഞങ്ങൾക്ക് ഹാഫിളാവണം. അങ്ങനെ പഠിക്കാനുള്ള കുറെ മെത്തേഡുകളും കുറെ കൈവരികളും ഒക്കെ ഞാൻ എഴുതി കൊടുത്തു. പിന്നീട് 4 വർഷം കഴിഞ്ഞു ഞാൻ അവിടെ നിന്ന് മാറി. ഒറ്റപ്പാലത്ത് ഞാൻ എന്റെ ഹിഫ്ളുൽ ഖുർആൻ എടുക്കുമ്പോ സൗദിയിലെ നമ്പറിൽ നിന്ന് കോൾ വരുന്നുണ്ട്. എല്ലാരും പരാതിയും പരിഭവവും പറയുന്നത് പോലെ, അടുത്തവർ പോലും പറയുന്നത് പോലെ ഫോൺ എടുക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരൽപ്പം പിശുക്കനാണ്. ഒരേ നമ്പറിൽ നിന്ന് കോൾ വന്നു. അവസാനം മെസ്സേജ് വന്നു, ഉസ്താദേ, ഒരു സന്തോഷ വാർത്ത പറയാനാ, കോൾ എടുക്കുമോ? അടുത്ത കോളിൽ ഞാൻ എടുക്കുമ്പോ വല്ലാഹി പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. അന്ന് 55 വയസ്സ് പ്രായമുള്ള ഇപ്പോൾ 60-നോടടുത്ത ഉമ്മ സന്തോഷത്തോടെ പറയാ, ഇന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോ ഞാൻ 4 വർഷം കൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഹാഫിളത്തായി.
സൗദി അറേബ്യയിൽ താമസിക്കുമ്പോ അത് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഇനി കൊതുക് കിട്ടിയ സമയത്തിലൊരു ഹാഫിളത്തായ പെണ്ണിനെ വീട്ടിൽ വിളിച്ചു വരുത്തി ഞാനല്ലാണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കി എന്റെ പൊന്നുമോൾ ഇപ്പൊ 20 ദിവസത്തോളം കഴിഞ്ഞിട്ടുണ്ട്. ആ മത്സരത്തിൽ ജയിച്ചത് ഉമ്മയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു നിന്നെ പോലെ സൗകര്യം തന്നവരാരുമില്ല. ഞാൻ ഈ വാല് പറയുന്നത് ദാറുൽ തഖ്വയിലെ ഹാഫിളീങ്ങൾക്ക് വേണ്ടിയല്ല. ഞാൻ ഇതേവരെ പറയുന്നത് ഫൈസികൾക്കും ഏതെങ്കിലും ഹുദവികൾക്കും വേണ്ടിയല്ല. ഞാൻ ഈ പറയുന്നത് എന്നെ കേൾക്കാൻ എന്റെ പെങ്ങൾക്ക് വേണ്ടിയാ. അല്ലാഹു നിനക്ക് ഒഴിവ് തന്ന സമയത്തിരുന്ന് ഖുർആനെന്ന് കാണാതെ പഠിക്കാ, തജ്വീദോടെ ഓതാൻ പഠിക്കാ. നിങ്ങൾക്കറിയുമോ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രങ്ങള് ജനസംഖ്യയിൽ നിൽക്കുന്ന ഇന്തോനേഷ്യയിൽ പെൺകുട്ടികളെ കല്യാണം ആലോചിച്ചു പോകുമ്പോ ആ പെൺകുട്ടി തന്നെ കെട്ടാമെന്ന ചെറുക്കനോട് മഹർ ചോദിച്ചതെന്തെന്നറിയോ? നിനക്കെന്ത് മഹറാവേണ്ടത്? കാളിയോടാ ഇന്തോനേഷ്യയിലെ തൊലിവെളുത്ത പെണ്ണ് പറഞ്ഞത് പുതിയ ആപ്ലയോട് സൂറത്ത് റഹ്മാൻ കാണാതെ പാരായണം ചെയ്ത് കേൾപ്പിക്കണം. സൂറത്ത് റഹ്മാൻ കാണാതെ പാരായണം ചെയ്യുന്ന പുതിയ പെണ്ണ് മഹറിന് മൂല്യം നിശ്ചയിച്ചപ്പോ പുതിയ ആപ്ല ചില്ലറക്കാരനല്ല, പുതിയ ആപ്ല ചില്ലറക്കാരനല്ല. നിന്നെ പോലെ ഫേസ്ബുക്കും വാട്സപ്പുമായി ലോകത്തെ പരിഹസിക്കാൻ നിൽക്കുന്നവനല്ല. കല്യാണ സദസ്സിൽ തജ്വീദോടെ പുതിയ ആപ്ല അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ വിശുദ്ധമായ സൂറത്ത് റഹ്മാൻ പാരായണം ചെയ്തിട്ട് കാല് കയ്യിൽ പിടിച്ചിട്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്ന കല്യാണമാണ് ഇന്തോനേഷ്യയിൽ നടക്കുന്നത്. അവിടെ ഹാഫിളത്തായ പെൺകുട്ടികൾക്ക് വലിയ ഡിമാൻഡാ. ഇങ്ങാപ്പുഴയിലെ പെങ്ങള് വാക്കവിയുടെ വേല് കെട്ടിട്ട് വെറുതെ 2 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു പോകണ്ട. അള്ളാഹു നിനക്ക് ധാരാളം ഒഴിവ് സമയം തന്നിട്ടുണ്ട്. ആ ഒഴിവ് സമയത്തിൽ ലോകചരിത്രത്തെ വിസ്മയിപ്പിച്ച നാലപ്പാട് തറവാട്ടിലെ ചന്ദനക്കെട്ടിൽ ചാടിയിരുന്നിട്ട് സാഹിത്യത്തിന് അക്ഷരശ്ലോകം കൊണ്ട് ലോകത്ത് വിറപ്പിലിച്ച മാധവിക്കുട്ടി കമലാസുറയായി തിരുവനന്തപുരം പാളയംപള്ളിയുടെ മഹാഗണിയുടെ ചുവട്ടിൽ കിടന്നുറങ്ങുന്നുവെങ്കിൽ എന്തേ പെങ്ങളെ നിനക്കൊന്ന് ശ്രമിച്ചുകൂടാ? ഒരു ദിവസം 10 ആയത്ത് നിനക്ക് കാണാതെ പഠിച്ചുകൂടെ? 10 ആയത്തുകൾ എന്റെ സഹോദരിമാരോട് അള്ളാഹുവിന്റെ മുമ്പിൽ ആണുങ്ങളെക്കാളേറെ ഹിസാബ് നേരിടേണ്ടത് നിങ്ങളാണ്. കാരണം ഒഴിവ് കിട്ടുന്ന സമയത്തെ കുറിച്ചാണ് കൂടുതൽ ഹിസാബുള്ളത്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ആ സമയത്ത് സീരിയല് കാണാതെ, നിന്റെ ഈ ഒടുക്കത്തെ സീരിയല് കാണാതെ, ഈ സംഗീതത്തിന്റെ വിപ്ലവം കാണാതെ ആ സമയത്ത് നിനക്ക് ഖുർആൻ പഠിച്ചുകൂടെ? നിനക്ക് ഖുർആൻ പഠിച്ചുകൂടെ? ഏറ്റവും കൂടുതൽ ഒഴിവ് സമയം കിട്ടുന്നത് പെണ്ണുങ്ങൾക്കാണ്. പെണ്ണുങ്ങൾ നാളെ പരലോകത്ത് ഏറ്റവും കൂടുതൽ ഹിസാബ് ആണുങ്ങളെക്കാൾ നിങ്ങൾ കൊടുക്കേണ്ടി വരും. കാരണം വിലമതിക്കാൻ കഴിയാത്ത അനുഗ്രഹം പാഴാക്കി കളയുന്നത് പെണ്ണാണ്. നീ ഇതൊക്കെ വാല് പറഞ്ഞില്ലെങ്കിൽ ആരാ പറയാ?